പൊളിറ്റിക്കൽ കറക്റ്റ് ആയിരിക്കണമെന്ന് പറയുന്നത് പറയാൻ പറ്റില്ല, കാരണം അത് പൊളിറ്റിക്സ് അല്ലല്ലോ. അയാളുടെ ജീവിതത്തിലൂടെ പണ്ട് ആക്ടേഴ്സിന്റെ ജീവിതം വളരെ സിമ്പിൾ ആയിരുന്നു. അവർക്ക് കിട്ടുന്ന റോളുകൾ നന്നായി ചെയ്യുക, അവരുടെ ജോലി ഏതാണ്ട് അവിടെ തീരും. എന്നാൽ ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നത് അവരുടെ ജോലിയിലെ ഒരു പാർട്ട് മാത്രമാണ്. അതിലും വലിയൊരു പാർട്ട് അതിനുശേഷമുള്ള സിനിമയുടെ പ്രൊമോഷനാണ്. ഈ പ്രൊമോഷന്റെ ഭാഗമായി അവർക്ക് സിനിമയുടെ റിലീസിന് മുമ്പ് 1-2 ഇന്റർവ്യൂസ് ഒന്നും കൊടുത്താൽ പോരാ, ഓടി നടന്ന് ഇന്റർവ്യൂസ് കൊടുക്കണം. തുടക്കത്തിൽ ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് കാണാൻ പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരും ഏതാണ്ട് സാച്ചുറേറ്റഡ് ആയ മട്ടാണ്. അപ്പൊ പ്രേക്ഷകരുടെ അറ്റൻഷൻ കിട്ടാൻ നോർമലായി ഇന്റർവ്യൂസ് കൊടുത്താൽ പോരാ, ഇന്റർവ്യൂസിലും അഭിനയിക്കണം. സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ തകർപ്പനായി അഭിനയിക്കണം. എന്നാൽ പല ആക്ടേഴ്സിനും അതിന് സാധിക്കാറില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്ത് അഭിനയിക്കുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് അവർക്ക് പറ്റുന്നത് പോലെ ഇന്റർവ്യൂസിനെ രസകരമാക്കി മാറ്റി സിനിമയെ പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ ഇന്റർവ്യൂസിലൂടെ അവരുടെ ആ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇന്റർവ്യൂസ് എന്റർടൈനിങ് ആക്കുക എന്നത് ഒന്നും, കോപ്രായങ്ങൾ കാണിച്ചും വിഡ്ഢിത്തം വിളമ്പിയും അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്നത് മറ്റൊന്നുമാണ്. അതിന് വേറൊരു കോമഡി, ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഇന്റർവ്യൂസിന്റെ ക്ലിപ്സ് യൂട്യൂബ് ഷോർട്സിലോ ഇൻസ്റ്റാ റീൽസിലോ കാണുന്ന പ്രേക്ഷകർക്ക് പലപ്പോഴും ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ഇയാൾ റിയൽ ലൈഫിലും ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടുന്നതെന്ന് പോലും മനസ്സിലാകാറില്ല. അതായത് ഈ പ്രൊമോഷൻ സ്ട്രാറ്റജി അത്ര കണ്ട് ആ സിനിമയുടെ കാര്യത്തിൽ വർക്ക് ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഇന്റർവ്യൂസിൽ വിഡ്ഢിവേഷം കെട്ടുന്ന കാര്യത്തിൽ നമ്പർ 1 സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ. ഷൈനിന്റെ കാര്യത്തിൽ സിനിമയിലെ അഭിനയവും ഇന്റർവ്യൂസിലെ അഭിനയവും കുഴഞ്ഞു മറിഞ്ഞ് ഓവർ എക്സ്പോസ്ഡ് ആയി ബോർ അടിപ്പിക്കുന്ന ഒരു ന്യൂസൻസ് രീതിയിലേക്ക് ഏതാണ്ട് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ വിഡ്ഢിവേഷം കെട്ടുന്നതൊക്കെ ഒരാളുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഈ ഇന്റർവ്യൂ സൂപ്പർ സ്റ്റാർ അതിൽ ഒതുക്കുന്നില്ല കാര്യങ്ങൾ. തന്റെ വളരെ പരിമിതമായ അറിവും കാഴ്ചപ്പാടും ഒക്കെ വെച്ച് പറ്റാവുന്നത്ര മണ്ടത്തരങ്ങളും റിഗ്രസീവ് ആശയങ്ങളും കൂടി അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കിക്കളയാം. ആദ്യത്തേത്, ഇനി നിങ്ങൾ എത്ര വിഡ്ഢിത്തം പറയുന്ന ആളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നീ സൂപ്പർ ആണടാ എന്നൊരു കമന്റ് കിട്ടാൻ ഒരു സിമ്പിൾ വഴിയുണ്ട്. സിനിമാ ഫീൽഡിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ പുരുഷന്മാർക്കും ഇല്ലേ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചു ചോദിച്ച് മാസാവുക. ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ വന്നു, അതിന്റെ റിപ്പോർട്ട് വന്നു, പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴും. അങ്ങനെ എന്റെ ആണുങ്ങളുടെ എത്ര കാര്യങ്ങൾ പുറത്തു വരാതുണ്ട്. ഇത്രയും പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ പിന്നെ കമന്റ് ബോക്സിൽ ചേച്ചിക്ക് ഉത്തരം മുട്ടിപ്പോയി പ്യാവം, ഇവൾക്ക് നല്ല അഹങ്കാരമുണ്ട്, അത് സംസാരിക്കുന്നത് ആരോടാണെന്ന് ആലോചിക്കണം, ആദ്യം പോയി ഇന്റർവ്യൂ പഠിച്ചിട്ട് വാടി. ഇവൾ ആരോടായി ചോദിക്കുന്നത്? കലക്കി ഷൈൻ. ആ പെണ്ണിനെ നാണം കെടുത്തി, വലിയ ബുദ്ധിജീവിയാണെന്ന് വിചാരിച്ചു വന്നതാ, അവസാനം ഒന്നുമല്ലാതായി. ഷൈൻ അണ്ണാ പൊളി. അങ്ങനെ പോകും കമന്റ്സ്. ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ പറ്റുന്നത് പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഷൈൻ അണ്ണൻ ഒരേ പൊളിയായതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കാൻ പാവത്തിന് സാധിക്കുന്നില്ല. അപ്പൊ ഇന്റർവ്യൂസിൽ കോപ്രായങ്ങൾ കാണിക്കുന്നതിന്റെ കൂടെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറച്ച് കാണുന്ന ഒരാൾ കൂടിയാണ് ഷൈൻ ടോം ചാക്കോ. ഇന്റർവ്യൂസിലെ ഷൈനിന്റെ അടുത്ത പ്രശ്നം കൂടെയുള്ളയാളെ സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നതാണ്. നമ്മളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. എല്ലാവരും ഇഷ്ടമാണ്, ഓരോരുത്തരും ഓരോ സ്വഭാവം. അല്ല, എന്നാലും ഒരു പ്രിയപ്പെട്ട മറ്റേയാളോട് ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ പോലും ഷൈൻ ആയിരിക്കും ഉത്തരം പറയുക. മറ്റേയാൾ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതിനിടയിൽ 1000 തവണ ഇന്ററപ്റ്റ് ചെയ്യും. ഒരു ഗ്രൂപ്പായി ഒക്കെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത്, ഒരു എസ്റ്റാബ്ലിഷ് സിനിമാ താരം എന്ന നിലയ്ക്ക് തന്റെ പവർ മിസ്യൂസ് ചെയ്യലാണ്. മാന്യമായി ചോദ്യം ചോദിക്കുന്ന ഒരു മീഡിയ പേഴ്സണോട് തട്ടിക്കയറുന്ന ഷൈനിനെ നമുക്ക് ഈ ക്ലിപ്പിൽ കാണാം. അതുപോലെ ഈ അടുത്ത് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കോസ്റ്റാറിനോടും മോശമായി പെരുമാറുന്നത് കാണാം. അടുത്തിരിക്കുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മറ്റൊരു ആക്ടർ ആണെങ്കിൽ അവരോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ഷൈനിനുണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞ് ലേറ്റസ്റ്റ് ആയി തന്റെ ഇന്റർവ്യൂസിലൂടെ സിഡോ സയൻസിന്റെയും പ്രചാരകനായി മാറുന്നുണ്ട് ഷൈൻ ടോം ചാക്കോ. ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മനുഷ്യൻ ചന്ദ്രനിൽ പോയെന്നത് കള്ളക്കഥ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പുതിയ അഭിപ്രായങ്ങൾ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ എന്തായാലും വൻ കോമഡിയാണ്. എനിക്ക് തോന്നുന്നത് ഐഡിയാസ് ആൻഡ് തോട്ട്സിന്റെ കാര്യത്തിൽ ഷൈനിന്റെ ലോകം വളരെ ചെറുതാണ് എന്നാണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചായാലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചായാലും ഇപ്പൊ ഈ പറഞ്ഞ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന കാര്യത്തിലായാലും ആരംഭ ദശയിലുള്ള അത്ര വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ചിന്തകളാണ് ഇദ്ദേഹത്തിന്റേത്. അതൊരു തെറ്റല്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഷൈനിന്റെ കാര്യത്തിൽ വിഡ്ഢിത്തമാണെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കാര്യമായി ചിന്തിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് ഈ കാര്യത്തിൽ നല്ല അറിവുണ്ട് എന്നൊരു രീതിക്കാണ് പോക്ക്. ആകെ മൊത്തം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇന്റർവ്യൂസിൽ കോപ്രായം കാട്ടിക്കാട്ടി ഷൈൻ ടോം ചാക്കോ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ന്യൂസൻസ് ആയി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അത് സിനിമയുടെ പ്രൊമോഷന് സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ച് സിനിമാക്കാർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പൊ പിന്നെ പ്രേക്ഷകർക്ക് ഷൈനിനെ പോലുള്ളവരുടെ കോപ്രായങ്ങൾ കാണേണ്ടി വരില്ലല്ലോ. സോ നമ്മളത് മനസ്സിലാക്കണം. അതെ തീർച്ചയായും. അല്ലേ പിന്നെ ഇത്ര വിവരം വിദ്യാഭ്യാസം നമുക്ക് എന്തിനാ? അപ്പൊ എന്താണ് ഷൈൻ ടോം ചാക്കോയുടെ ഇന്റർവ്യൂസിലെ പ്രകടനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.